ഹരേ കൃഷ്ണ. എല്ലാവർക്കും രാധേ ജഗന്നാഥിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈജന്തി മാലയെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിരിക്കണേ. ശ്രീകൃഷ്ണ ഭഗവാൻ അതേപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് വൈജന്തി മാല വളരെ ഇഷ്ടമാണ്. തുളസി മാലയെ പോലെ തന്നെയാണ് വൈജന്തി മാല ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അധികം ഇത് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർക്കാണ് പൊതുവേ വൈജന്തി മാലയെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ആ മാലയെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിരിക്കുന്നത്. പണ്ട് ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ വൃന്ദാവനത്തിലൊക്കെ കളിച്ചിരിച്ച് നടക്കണ കാലമാണ്. രാധാറാണി ഉണ്ട്, സഖിമാരുടെ ഒപ്പം കളിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപന്മാരുടെ ഒപ്പം പശുക്കളെ മേയിച്ച് നടക്കുമ്പോൾ രാധാറാണിയും സഖിമാരും മുത്തുമാല കോർക്കണ കാണും. അപ്പോൾ ഈ സഖിമാർ അവരുടെ അമ്മയുടെ നിന്ന് കുറേ മുത്തുകളൊക്കെ മേടിച്ച് അതുകൊണ്ട് മാല കോർക്കുകയാണ് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് ചോദിക്കും, എനിക്ക് കുറച്ച് മുത്ത് തരുമോ? അപ്പോൾ ഗോപികമാർ ചോദിക്കും, എന്തിനാ ചോദിക്കും. അപ്പോൾ എൻ്റെ പശുക്കൾക്ക് കൊമ്പിലൊക്കെ മുത്തുകൊണ്ട് മാല കെട്ടി അതിനെ അലങ്കരിക്കാനാണ് പറയും. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ല, മുത്തുകളൊന്നും ഇല്ല നിനക്ക് തരാൻ. നിനക്ക് ഇത്രയും പശുക്കളുണ്ട്, ആ പശുക്കൾക്കൊക്കെ നീ മുത്തുമാല ഉണ്ടാക്കി കൊടുക്കുകയാണോ ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, എനിക്ക് പ്രിയപ്പെട്ട പശുക്കളിൽ 2 എണ്ണം ഉണ്ട്, പശുക്കുട്ടികളാണ്, അതിന് കെട്ടിക്കൊടുക്കാനാണ്. കുറച്ച് മുത്ത് തരുമോ, അല്ലെങ്കിൽ ഒന്ന് മാല കെട്ടിയിട്ട് തരുമോ ചോദിക്കും. പക്ഷെ ഗോപികമാർ കണ്ണനെ പരിഹസിച്ചിട്ട് പറഞ്ഞയക്കണം. അപ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടമായില്ല. അപ്പോൾ ഇവർക്കൊരു പാഠം പഠിപ്പിക്കണം പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്യും, നേരെ യശോദ മാതാവിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ യശോദ മാതാവ് അവിടെ ശൃംഗാരമൊക്കെ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ ഓടി വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് കുറച്ച് മുത്ത് തരുമോ ചോദിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്തിനാ ചോദിക്കും. അപ്പം മുത്ത് കുഴിച്ചിട്ടിട്ട് അതിന്ന് കുറേ മുത്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു നെൽമണി കുഴിച്ചിട്ട് പറഞ്ഞാൽ കുറേ കതിരും ഇതായിട്ട് അധികം വരില്ലേ, ഒന്ന് കുഴിച്ചിട്ടാൽ ഒന്നിനെക്കാട്ടിലും കൂടുതൽ വരും. അപ്പോൾ അതേപോലെ നമ്മളൊരു സീഡോ ഒരു ബീജോ എന്തെങ്കിലും കുഴിച്ചിട്ടു പറഞ്ഞാൽ അതിന് ഒരു ചെടി വളർന്ന അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ആ സാധനം കിട്ടും. അപ്പോൾ അതേപോലെ എനിക്ക് മുത്ത് കുഴിച്ചിട്ടിട്ട് അതിന്ന് കുറേ മുത്തുകൾ കിട്ടും. അതുകൊണ്ടുള്ള ഒരു മുത്തുകൊണ്ടുള്ള ഒരു കൃഷി ഉണ്ടാക്കാനാണ് അമ്മ, എനിക്ക് കുറച്ച് മുത്ത് തരുമോ ചോദിക്കും. അപ്പം അമ്മ പറയും, നീ ഇങ്ങനെ ചോദിക്കുകയല്ലേ, ഞാൻ വേണ്ടാന്ന് എങ്ങനെ പറയുക പറഞ്ഞിട്ട് അമ്മ കുറച്ച് മുത്ത് ഒരു ചെറിയ ഒരു സെഞ്ചിയിലാക്കിയിട്ട് കൊടുക്കുകയാണ് കണ്ണൻ. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്യും, മുത്തൊക്കെ എടുത്ത് ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കൃഷി പോലെ മണ്ണൊക്കെ കിളച്ചിട്ട് കണ്ണനും കണ്ണൻ്റെ സഖാക്കളും ഒരുമിച്ചിരുന്നിട്ട് മണ്ണ് കിളച്ച് അതിൽ ഓരോ മുത്തുക്കളായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവാണ്. എന്നിട്ട് അങ്ങനെ മുത്തൊക്കെ ഇടും. പിന്നെ വെള്ളത്തിന് പകരം അവർ ഗോപികമാർ അതേ പാല് കൊണ്ട് പോവാണ്. അപ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് കുറച്ച് പാല് തരുമോ? അപ്പോൾ എന്തിനാ, നിങ്ങൾക്ക് എന്താ പാലൊന്നും കിട്ടുന്നില്ലേ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഖാക്കൾ പറയും, ഞങ്ങൾക്ക് മുത്തിൻ്റെ ചെടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുത്തുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്, അതിന് വെള്ളത്തിന് പകരം പാലാണ് ഞങ്ങൾ ഒഴിക്കണമെന്ന് പറയും. പക്ഷേ സഖികൾ അതൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഇവർ ഗോപന്മാരൊക്കെ എവിടുന്നൊക്കെ പാല് കൊണ്ടുവന്നിട്ട് അത് ഒഴിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു മരച്ചോട്ടിലിരുന്നിട്ട് ഓടക്കുഴൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപന്മാരിങ്ങനെ അതിന് വെള്ളവും പാലും അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഒരു ഗെയിം എന്ന രീതിക്കാണ് സഖാക്കളും ശ്രീകൃഷ്ണനെ ഒപ്പം ചേർന്ന് ശ്രീകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരും ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ മരച്ചോട്ടിൽ നിന്ന് ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുത്തിൽ നിന്ന് ചെടി ഇങ്ങനെ വളരുകയാണ്. ഓടക്കുഴലിൻ്റെ നാദത്തോട് കൂടിയിട്ട് ആ ചെടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ആ ചെടിയിൽ നിന്ന് ഒരു പൂ വിരിയാണ്. പറയുന്നത് ഒരു മഞ്ഞയും ചുവപ്പ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ആ ചെടിയിൽ നിന്നുണ്ടാവുക. ഒരു പുല്ലുപോലെയുള്ള ചെടിയാണ്. എന്നിട്ട് അതിൻ്റെ ആ വിത്ത് കണ്ടു പറഞ്ഞാൽ ശരിക്കും നമുക്ക് പേള് പോലെ തോന്നുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെടും. എന്ത് ഭംഗിയാണ്, ആ പൂവെന്ന് വരുന്ന വിത്ത് അങ്ങനെ ആ പേളിനെ പോലെ തന്നെ ഉണ്ടാവും. ശരിക്കുള്ള ഒറിജിനൽ അല്ല, അതിൻ്റെ വിത്ത് കണ്ടാൽ ശരിക്കും മുത്തിനെ പോലെ ആയിരിക്കും. അപ്പോൾ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത് അതുകൊണ്ട് മാല കോർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പശുക്കൾക്കും ഒക്കെ എല്ലാവരും കൂടി മാലയൊക്കെ ആക്കി റെഡിയാക്കി കൊടുക്കും. ഇത് കണ്ടിട്ട് രാധാറാണിക്കും
ഇത് തോന്നും, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ പറഞ്ഞിട്ട് അത്ഭുതപ്പെടും. ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനം രാധാറാണിക്കും അതേപോലെ ഉള്ള മാല ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ മുത്തിന് വെച്ച്, ആ ചെടിയിൽ നിന്നുണ്ടായ ആ ഒരു സീഡ് വെച്ചിട്ട് രാധാറാണിക്കും ആ വൈജന്തി മാല ഉണ്ടാക്കി കൊടുക്കണം. ആ ചെടിയുടെ പേരാണ് വൈജന്തി എന്ന്. അപ്പോൾ അതിന്ന് ആ പൂക്കൾ കൊണ്ടും അതിൻ്റെ വിത്ത് കൊണ്ടും രാധാറാണിക്ക് മാല ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ ഈ വൈജന്തി മാലയുടെ കഥ ഉണ്ടാവുന്നത്. കൂടാതെ ഇതിൽ ചിലരോട് പറയുന്നുണ്ട്, രാധാറാണി എന്നും ശ്രീകൃഷ്ണ ഭഗവാന് ആ വൈജന്തി പൂവിനെ കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ആ മാല ധരിക്കുമ്പോഴേ രാധാറാണിയോടുള്ള സ്നേഹം, രാധാറാണീനെയാണ് അതിൽ കാണുന്നത്. ഭഗവാൻ എന്നും ആ മാല ധരിച്ചിരുന്നു എന്നാണ് പറയണത്. രാധാറാണിയുടെ ഓർമ്മയ്ക്ക് എന്നും ഹൃദയത്തോട് ചേർത്തി ആ മാല വെച്ചിരുന്നു. പിന്നെ പറയേണ്ടത് വൈജന്തി എന്ന പേര് തന്നെ എവിടെ പോയാലും വിജയം പ്രാപിക്കും എന്നാണ്. അപ്പോൾ ആ വൈജന്തി മാല ആര് ധരിക്കണോ അവർക്ക് എവിടെ പോകണോ അവിടെ വിജയം കിട്ടും എന്നാണ് പറയുക. ശ്രീകൃഷ്ണ ഭഗവാന് നോർത്ത് ഇന്ത്യയിൽ പൂജയ്ക്ക്, അതേപോലെ തന്നെ മഹാവിഷ്ണുവിനും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. എന്നും അത് മഹാലക്ഷ്മീനെ റെപ്രസെൻറ്റും ചെയ്യേണ്ട ആ മാല, വൈജന്തി മാല. എവിടെയുണ്ടോ അവിടെ ധനധാന്യങ്ങളും സമൃദ്ധി ഉണ്ടാവും. ഭഗവാന് സമർപ്പിക്കാനും ഏറ്റവും ഉത്തമമാണ്, നമ്മൾ ഉപയോഗിക്കാനും ഈ രുദ്രാക്ഷമാല പോലെ അല്ലെങ്കിൽ ഈ തുളസി മാല പോലെ ജപമാലയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വൈജന്തി മാല എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഭഗവാന് സമർപ്പിക്കുക പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഇതാണ് ഇങ്ങനെ ഇരിക്കും വൈജന്തി മാല. ഇതിൽ 108 ഈ ജപമാല പോലെയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ മുത്ത് അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെ ഇരിക്കും, ഓരോ മുത്ത് ഇതെങ്ങനെ ഇരിക്കും. ഇതുണ്ടോ, ഇതെങ്ങനെ ഇരിക്കും. ഇതാണ് ആ വൈജന്തിയുടെ സീഡിന്ന്, ആ പുഷ്പത്തിൻ്റെ സീഡ് കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ് ഇത്. ഈ തുളസി മാല പോലെ ഭഗവാന് സമർപ്പിക്കുക, ഇത് നമുക്ക് ഉപയോഗിക്കാം, ജപമാലയായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ 108 + 1 109 ഉണ്ട്, ഇതിൽ മുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വൈജന്തി മാല. അപ്പോൾ ഇത് ഞാൻ ഭഗവാന് സമർപ്പിക്കുക പറഞ്ഞിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നും മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലത് നോക്കിയിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ഇത് അത്രയും ഭഗവാന് പ്രിയപ്പെട്ട മാലയാണ്. ഭഗവാൻ എന്നും രാധാറാണീനെ ഇത് ധരിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും രാധാറാണീനെ ഓർമ്മ വന്നിരുന്നു എന്നാണ് പറയണത്. ഇത് ഉള്ളവർ അതുപോലെ അത്രയും പ്രിഷ്യസ് ആണ്. അത് ധരിക്കുമ്പോൾ ആർക്ക് എവിടെ പോയാലും വിജയം കിട്ടും എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ കഥകളായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ.